എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന പേരുള്ള 32 വയസ്സുള്ള ഒരു ജിഹാദി നേതാവ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ നിരവധി പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതുമാത്രമല്ല, അവിടെ നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന NCP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് ഈ കൊല്ലപ്പെട്ട ജിഹാദി. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കലാപമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ. അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ യൂനിസിൻ്റെ റൈറ്റ് ഹാൻഡ് പാർട്ടിയാണ് NCP പറയുന്നത്. അതിൻ്റെ ഒരു തലമുതിർന്ന നേതാവാണ്. അത് 32 വയസ്സേ ഉള്ളെങ്കിലും അത് യൂനിസിനെ അവിടെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ മാറ്റിയിട്ട് അധികാരത്തിൽ നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്ത്, അതായത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ജൻസി കലാപം എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ജൻസി കലാപമല്ല, അതായത് ഒരു വട്ടം ജിഹാദി വിദ്യാർത്ഥികളാണ് ആദ്യം ഈ ഷെയ്ഖ് ഹസീനെതിരെ ഈ പ്രകടനം നടത്തിയ വലിയ രീതിയിലെ പ്രക്ഷോഭം തുടങ്ങി. പിന്നീട് തീവ്ര മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അതിൽ കടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ആദ്യം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ട് സൊസൈറ്റിയിൽ നിന്ന് വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് അല്ല, വലിയ രീതിയിൽ ഒരു അവർക്ക് സപ്പോർട്ട് കിട്ടുന്നു. ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അതിൽ എൻ്റർ ചെയ്യുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു. നമ്മൾ കണ്ടതാണ്, ഒരുപാട് വീഡിയോ കണ്ടതാണ്. അതായത് ഈ ജിഹാദികളൊക്കെ അവിടെ കയറി ഷെയ്ഖ് ഹസീൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ കയറിയിട്ട് ഷെയ്ഖ് ഹസീന ഇടുന്ന അണ്ടർവെയറും പാൻറ്റീസും മറ്റേ ബ്രായൊക്കെ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഇവന്മാരൊക്കെ ലോകം കണ്ടതാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊട്ടസ്റ്റ് വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിപ്പം പാകിസ്ഥാൻ്റെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് രാവിലെ 2-3 തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതൊരു വലിയ കാർഗോ വിമാനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. കാർഗോ വിമാനങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് ഈ പ്രത്യേകിച്ച് എയർഫോഴ്സിൻ്റെയൊക്കെ വിമാനങ്ങൾ വരുമ്പോഴുണ്ടല്ലോ, ആ കാർഗോ വിമാനത്തിനകത്ത് ആയുധങ്ങളായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആയുധങ്ങൾ അമേരിക്കയുടെ ആണെന്ന്, ചൈനയുടെ ആയിരുന്നു. തുർക്കിയുടെ ഡ്രോണുകളാണ് കൂടുതൽ ഉപയോഗിച്ചത്. അമേരിക്കയുടെ F-16 ചൈനയുടെ JF-17 പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോണുകൾ കൂടുതൽ ഉപയോഗിച്ചത് തുർക്കിയുടെ ആയിരുന്നു. അപ്പോൾ തുർക്കിയുടെ അവിടുത്തെ പ്രസിഡന്റ് എർദോഗനയുടെ മകളുടെ ഭർത്താവുണ്ട്. അതായത് അവരുടെ കമ്പനി ഉണ്ട്, ബെയ്ത്തർ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ആ ബെയ്ത്തർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ കൊടുത്തത്. സമാനമായ സാഹചര്യം, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ, അതായത് ഈ പെഹൽഗാം ഈ ഭീകരാക്രമണം നടന്നില്ല April 22, അത് കഴിഞ്ഞിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഏത് നിമിഷം ഇന്ത്യ ഇതിന് മറുപടി കൊടുക്കുന്നു, പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിൽ പാകിസ്ഥാൻ അറിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഇത്തരം യുദ്ധവിമാനങ്ങൾ, ഈ തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും. അപ്പോൾ ബംഗ്ലാദേശിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജിഹാദി നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ കലാപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അമേരിക്ക ആയാലും തുർക്കിയുടെ ആവശ്യം അത് ഇന്ത്യക്കെതിരെ തിരിച്ചിട്ട് ഇന്ത്യക്കെതിരെ ഒരു സായുധ യുദ്ധത്തിന് അത് ഇന്ത്യ പ്രേരിപ്പിക്കണം. അത് ബംഗ്ലാദേശിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കില്ല. അതായത് ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് ഇന്ത്യയെ കൊണ്ട് ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യുക, ഇന്ത്യയിൽ ഒരു സായുധ യുദ്ധത്തിലേക്ക് തള്ളിവിടുക, ഇതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ആയുധ സന്നാഹങ്ങളൊക്കെ ഈ ഡ്രോണുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ. അതിനുവേണ്ടി തന്നെയാണ് 3 തുർക്കിയുടെ ഈ ഡ്രോണുകൾ ക്യാരി ചെയ്യുന്ന കാർഗോ വിമാനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇവർ ഇപ്പോൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയോ, അതായത് ഇപ്പം ബോർഡറിൽ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോഴും എന്താ പറയേണ്ടത്, അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ ഇന്ത്യക്കാരെ ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം യൂനിസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ കലാപം ഇപ്പോൾ ഈ രീതിയിൽ കത്തിക്കുന്നത് യൂനിസ് തന്നെയാണ്. യൂനിസിൻ്റെ ആവശ്യമാണ് വരുന്ന ഫെബ്രുവരി 2021 ഫെബ്രുവരി ഒരിക്കലും ഇലക്ഷൻ നടക്കരുത്. അതായത് ഇപ്പോഴും അവിടെ പ്രധാനമന്ത്രി പോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കണം. അതായത് കുറച്ച് നാളെ ആ സീറ്റിലിരിക്കുന്നത്, അതിന് സുഖം പിടിച്ച് പറ്റി ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ യൂനിസ് ഉള്ളത്. അപ്പോൾ യൂനിസിൻ്റെ ആവശ്യമാണ് ഇവിടെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കിയിട്ട് ഇലക്ഷൻ എങ്ങനെയെങ്കിലും നിർത്തിവെക്കണം. അപ്പോൾ ഇലക്ഷൻ നിർത്തണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ ഈ പോസ്റ്റിൽ അധികാരത്തിൽ ഇരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച 2 പാർട്ടിയാണ്. ഒന്ന് നാഷണൽ സിറ്റിസൺ പാർട്ടിയും, ഒന്ന് സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പാർട്ടിയും. ഈ 2 വിദ്യാർത്ഥി പാർട്ടികളാണ്. വിദ്യാർത്ഥി എന്ന് വെച്ചാൽ പക്കാ ജിഹാദികളാണ്, മദ്രസ വിദ്യാഭ്യാസമുള്ള ടീമാണ് ഇവന്മാരൊക്കെ. അപ്പോൾ ഇവന്മാരാണ് കലാപം കത്തിച്ചത്. അതിൻ്റെ പേരിലാണ് ബംഗ്ലാദേശിൽ ജൻസി കലാപം എന്ന് പറയുന്ന രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഈ 2നും ചുക്കാൻ പിടിച്ച്, അതായത് യൂനിസിനെ അധികാരത്തിലിരുത്താൻ ചുക്കാൻ പിടിച്ച് 2 പാർട്ടിയുടെ നേതാക്കന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. ഒന്ന് ലേഡിയാണ്, ജന്നത്ത് റൂമി എന്ന് പറയുന്ന ഒരു ലേഡിയും, പിന്നെ ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ ജിഹാദിയും. അപ്പോൾ ഇവന്മാരെ 2 വെടിവെച്ച് കൊല്ലുന്നത് യൂനിസ് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ വലിയ രീതിയിൽ കലാപങ്ങളുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെയാണ് അവിടെ കലാപം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇതൊക്കെ അടിച്ച് തകർക്കുന്നത്, പിന്നെ മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നത്, ഹിന്ദുക്കളെയൊക്കെ കെട്ടിയിട്ട് തൂക്കിയിട്ട് കത്തിക്കുന്നത്, ആ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇത് അപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യാം, മാക്സിമം ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ത്യ ഇതിലൊന്നും മിണ്ടാൻ സൈലൻ്റായിരിക്കുകയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യ അങ്ങനെ പ്രൊവോക്കേറ്റ് അവന്മാരുണ്ടാക്കിയ പ്രൊവോക്കേഷനിൽ വീഴുന്നില്ല. അപ്പോൾ അടുത്ത ലെവൽ എന്നോണം
തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ, പ്രത്യേകിച്ച് ഈ നാഗാലാൻഡ്, അസം അവിടെയുള്ള ബോർഡറിലൊക്കെ കൊണ്ടുവന്നിട്ട് ഡ്രോണുകൾ അയക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തുർക്കിയുടെ ഡ്രോണുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ ഈ നമ്മുടെ നാഗാലാൻഡ്, നോർത്ത് ഈസ്റ്റ്, ചിക്കൻ നെക്കിലൊക്കെ വലിയ രീതിയിലുള്ള ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്യാനാണ് ബംഗ്ലാദേശ് പരിപാടി ഇടുന്നത്. ആ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിന് റിപ്ലൈ കൊടുക്കും. അതൊരു സായുധ യുദ്ധത്തിലേക്ക് പോകും. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം യൂനിസിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇലക്ഷൻ നടക്കരുത്, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ISI ആണ്, അമേരിക്കയുണ്ട്, തുർക്കിയുണ്ട്. അതായത് ഇവന്മാരുടെ ആൾക്കാരുണ്ടല്ലോ. ഇന്ത്യയാണ് അവരുടെ ടാർഗറ്റ്, ബംഗ്ലാദേശ് അല്ല അവരുടെ ടാർഗറ്റ്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന ആവശ്യം അമേരിക്കയുടെ കൂടിയാണ്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എക്സ്ട്രാ താരിഫൊക്കെ അടിച്ചേൽപ്പിച്ചു. അതിൽ നിന്നും ഇന്ത്യ മുട്ടുമടക്കില്ല. ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഏത് വിധേനയും ഇന്ത്യയിൽ വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയണം, അതിനുവേണ്ടി ഒരു സായുധ യുദ്ധത്തിലേക്ക് തള്ളിവിടണം. അപ്പോൾ ബംഗ്ലാദേശിനെ ഒരു ടൂളാക്കി മാറ്റിയിരിക്കണം. അപ്പോൾ ISIയും ഇതൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സംഭവം നടന്നിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടും, അതായത് കഴിഞ്ഞ ദിവസം വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടപ്പോഴും അയാളുടെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ഈ യൂനിസ് വന്നിരുന്നു. അപ്പോൾ യൂനിസ് പറഞ്ഞെന്താണെന്നറിയോ, അതായത് ഉസ്മാൻ ഹാദി വലിയൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഈ ഉസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുന്നേ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു. അതായത് നമ്മൾ ബീഹാർ, UP, പിന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഒരു പാർട്ടായിട്ട്. അതായത് ഈ ജിഹാദിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നില്ലേ. അപ്പോൾ ഈ ഫ്യൂണറൽ പങ്കെടുത്തിട്ട് യൂനിസ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബംഗ്ലാദേശിലെ ഓരോ വീട്ടിലും ഓരോ ഹാദിമാർ, ഷെരീഫ് ഉസ്മാൻ ഹാദിമാരുണ്ടാവണം. ഇയാൾ മുന്നോട്ട് വെച്ച ആശയം അവിടെ നടപ്പിലാക്കണം. അത് ബംഗ്ലാദേശിൻ്റെ വലിയൊരു ടാർഗറ്റായിട്ട് നമ്മളെല്ലാവരും കൊണ്ടാടിയിട്ട് ഇന്ത്യയിൽ നിന്ന് അത് പിടിച്ചെടുക്കണമെന്നാണ്. അതായത് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇൻ്ററിം പ്രധാനമന്ത്രി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദിക്ക് വന്നിട്ട് ഓരോ ഇന്ത്യക്കാരും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് വ്യക്തമാണ് അവർ ടാർഗറ്റ് ഇന്ത്യയാണെന്ന്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്യുക. ഇത്ര നാളൊന്നുമില്ലാത്ത പ്രൊവോക്കേഷൻ ഒന്നും വീഴാത്ത ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും, അതായത് ഡ്രോണുകൾ അയച്ചിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പം ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ടും നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിന് പങ്കിടുന്ന ബംഗ്ലാദേശ് ബോർഡറുകളുണ്ടല്ലോ, അവിടെയൊക്കെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ കോപ്പ് കൂട്ടുകയാണ് ബംഗ്ലാദേശ്. അതായത് അടുത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ 3 ഡ്രോണുകൾ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന കുറച്ച് നാൾ മുന്നേ തന്നെ ഇത്തരം 3 തുർക്കിയുടെ കാർഗോ വിമാനങ്ങൾ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൽ ഫുൾ ഡ്രോണുകളായിരുന്നു. ആ ഡ്രോണുകളാണ് നമ്മൾ ഇന്ത്യയിലോട്ട് അയച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവന്മാരുടെ ഒരു ഡ്രോണുകളും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ അവർക്കറിയാം, ബംഗ്ലാദേശിന് അറിയാം, ഈ ഡ്രോണുകളൊന്നും ഇന്ത്യയുടെ മണ്ണിൽ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. S-400 പോലത്തെ ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ ഈ ചിക്കൻ നെക്കിലും അവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ. അതായത് റഷ്യ ഉപയോഗിക്കുന്ന സെയിം സാധനമാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ സോഴ്സ് കോഡ് ഇതൊക്കെ ഉള്ളത് കാരണം നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് നമ്മളതായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു സാധനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവന്മാരുടെ ഒരു പരിപാടി നടക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ വിളിച്ചു വരുത്തുന്നത്. ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ ചിക്കൻ നെക്കും ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ വലിയ രീതിയിൽ ഇത് ഡ്രോൺ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം, കൂടുതൽ വാർത്തകളായിട്ട് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.